ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചൂട് സമയത്തും അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4 ഫ്ലേവറിൽ വരുന്ന 4 ലൈമിൻ്റെ റെസിപ്പിയാണിത്. ഈസിയാണ് ഉണ്ടാക്കാൻ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന തേങ്ങ വെച്ചിട്ട് ചെയ്യുന്ന കോക്കനട്ട് ലൈമാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഈ ലൈം ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരുവിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ കൂടുതൽ വേണ്ട, ഇതേപോലെ 1/2 കപ്പ് തന്നെ മതി. കൂടുതലായാൽ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരും മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മളുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ് ഈ ലൈം കുടിക്കുന്ന സമയത്ത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ഓട്ടകളുള്ള അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നമ്മളിത് കുടിക്കുന്ന സമയത്ത് തേങ്ങയുടെ തരി ഉണ്ടെങ്കിൽ വലിയ ഓട്ടകളുള്ള അരിപ്പയിലാണെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത് അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ അരിപ്പയിൽ തന്നെ അരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 ചെറിയ ജ്യൂസ് ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 3 ഗ്ലാസ്സിൽ സെർവ് ചെയ്യാനുള്ള ലൈമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ലൈമിൽ നിന്നും വ്യത്യാസമായിട്ട് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോക്കനട്ട് ലൈമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേ അളവിൽ തന്നെ എല്ലാ ചേരുവകളും ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഈ ചൂടിനും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, ഇതേപോലെ 1 കപ്പ് തന്നെ എടുത്താൽ മതി. ഇനി നമ്മളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇനി 1 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള 1 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് മാത്രം വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പിന്നെ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 5 മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 5 ഗ്ലാസ് ലൈമിനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അരിപ്പയിലൂടെ തന്നെ അരിച്ചിട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഐസ് ക്യൂബ്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം ചേർത്തത് കൊണ്ട് ഐസ് ക്യൂബ്സ് ഈ സമയത്ത് ചേർക്കണില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് സോക്ക് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. കസ്കസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സോക്ക് ചെയ്തിട്ടുള്ള കസ്കസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലൈമാണിത്. നല്ല റിഫ്രഷിംഗ് ആണ്. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലൈമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ലൈമിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി അടുത്ത റെസിപ്പി നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ലൈമാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ലൈമിനെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ക്യാരറ്റ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 1.5 നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് മീഡിയം സൈസിലുള്ള 5 ജ്യൂസ് ഗ്ലാസ്സിനുള്ള അളവാണ് കാണിക്കുന്നത്.
പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. മധുരവും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഈ അരിപ്പയിലേക്ക് തന്നെ ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് ജ്യൂസ് മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ അരിച്ചെടുത്താൽ മതി. ആദ്യം 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്കി ഒരു 4 ഗ്ലാസ് വെള്ളവും കൂടി നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ജ്യൂസൊക്കെ മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 4 ഗ്ലാസ് വെള്ളം കൂടി ഈ അരിപ്പയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ജ്യൂസൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മധുരം പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈം കുടിക്കുന്ന സമയത്ത് നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കസകസ് കുതിർത്തിയത് കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ സമയത്ത് നല്ല തണുപ്പ് വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലൈമാണിത്. നല്ല റിഫ്രഷിംഗ് ആണ്, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം സൈസിലുള്ള 5 ജ്യൂസ് ഗ്ലാസ്സിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഉണ്ടാവും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള, കുടിക്കാൻ അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിങ്ക് ലൈമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ലൈം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പിങ്ക് കളറിലുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ഒരു വലിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 6 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരുപാട് വലുതല്ല, ചെറിയൊരു പീസ്. എരിവ് ഉണ്ടാവരുത്, എന്നാൽ ഒരു ചെറിയ ടേസ്റ്റും വേണം. അതിനായിട്ട് ചെറിയൊരു പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി അടിച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ കിട്ടാനായിട്ട് ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങാ വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സാണ് ഉണ്ടാവുക. ഈ ഒരു അളവിൽ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് മധുരം പാകത്തിനില്ലേന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് കസകസ്, 1 ടീസ്പൂൺ കസകസ് 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു അളവിലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നാരങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു നാരങ്ങാ വെള്ളമാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കാതെ ഇതുപോലെ ഒരു പീസ് ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അതുപോലെ തന്നെ കുടിക്കാനും ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല അത് കുടിക്കുന്ന സമയത്ത്. നമ്മളൊരു ചെറിയൊരു പീസ് ബീട്രൂട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഈ 4 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ലൈമാണ് എല്ലതും. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈമുകളാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.